ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് മോളുടെ സ്കൂളിലെ എക്സിബിഷനാണ്. ആദ്യമായിട്ടാണ് കേട്ടോ അവൾ എക്സിബിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് സ്കൂളിലേക്ക് പോകാനുണ്ട്. സർപ്രൈസായിട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വരില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് ഈ ഒരു ട്രൈപോഡാണ് കേട്ടോ. മീഷോയിൽ അഫോർഡബിൾ ആയിട്ട് ഇത് കിട്ടും. ബ്ലൂടൂത്ത് ട്രൈപോഡാണ്. ഓക്കെ, ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ടൈം 9:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ അപ്പവും ഇന്നലത്തെ മീൻകറിയും കട്ടനും കൂട്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. 2K26 ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ന്യൂ ഇയർ ആയതുകൊണ്ട് ജേർണലിങ് ചെയ്യാമെന്ന് ഒരാഗ്രഹം ഉണ്ടായി. അങ്ങനെ മീഷോയിൽ നിന്ന് 2 ബുക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് മീഷോയിൽ 130 റുപ്പീസിന് 2 ഇതുപോലെ ജേർണൽ ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡേറ്റ് 10 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു ബുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം, ഇതിലൊട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ട് ഇതാ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ മോളുടെ ഈ ഒരു സ്കെച്ചിൻ്റെ ബോക്സ് അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് അക്രിലിക് സ്കെച്ചാണ് കേട്ടോ. അപ്പോൾ അത് അടിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ വേറൊരു സ്കെച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ ഡ്രോയിങ് ഞാൻ വഴിയെ വീഡിയോസൊക്കെ കാണിക്കുന്നതായിരിക്കും. ഈ കാണുന്ന ഗ്ലിറ്റർ പെൻസ് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് കൂടുതലായിട്ടും ചെയ്യണം. പിന്നെ പുതിയ മോഡൽസൊക്കെ ഈ ജേണലിൽ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് റൂമിലോട്ടാണ് കേട്ടോ പോയത്. സ്റ്റിച്ചിങ് റൂം ഞാൻ ഈ ഒരു ന്യൂ ഇയറിൽ ന്യൂ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കസ്റ്റമർ നമുക്ക് ഓർഡർ തന്നിട്ടുള്ള സാധനങ്ങളാണ് ആ ഒരു ബോക്സിൽ, ആ ഒരു കാർട്ടൂണിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ ആ ഒരു റൂം ഒതുക്കി പറക്കിയപ്പോഴത്തേക്കും നമുക്ക് ജേർണലിങ് ചെയ്യാനായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ കളക്ട് ചെയ്തൊരു ബോക്സിലാക്കി ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇടാം. ഒത്തിരി വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാനായിട്ട് ലേറ്റായത്. ഇതൊക്കെ നമുക്ക് ഓൾട്ടർനേഷൻ വന്നിട്ടുള്ള ഡ്രസ്സസ്സാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി ചെയ്യണം. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ പുതിയ സ്കിൽ എന്തെങ്കിലും പഠിക്കണം. ഈ ഒരു ഫാഷൻ ഡിസൈനിൻ്റെ ആ ഒരു ഫീൽഡിൽ തന്നെയുള്ള എന്തെങ്കിലും പുതിയൊരു സ്കില്ല് പഠിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്നുകിൽ ആരി വർക്ക് അല്ലെങ്കിൽ എംബ്രോയ്ഡറി അതറിയാം, ബട്ട് ഞാൻ പെർഫെക്റ്റ് അല്ല, അതായത് പ്രാക്ടീസ് ഇല്ലാത്തത് കാരണം. അപ്പം ഞാൻ പുതിയൊരു കോഴ്സിലോട്ട് അതല്ലെങ്കിൽ പ്രാക്ടീസിനായിട്ടൊരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്തിട്ട് ആരി വർക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആക്കി എടുക്കണം, എംബ്രോയ്ഡറി പെർഫെക്റ്റ് ആക്കി എടുക്കണം, പുതിയ മോഡൽസ് ചെയ്യണം. അതൊക്കെയാണ് എൻ്റെ ഈ ഒരു ഇയറിലെ പ്ലാൻസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വെറുതെ ഇരുന്ന് ചെയ്ത് നോക്കിയ ഒരു ബിസിനസ്സാണ് പ്രെയർ ഡ്രസ്സിൻ്റെ ഒരു ബിസിനസ്. അൽഹംദുലില്ലാ അത് നല്ല രീതിയിൽ സക്സസ്സായി മൂവ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതലും അത് സീസണിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം റമദാൻ സീസൺ വരുമ്പോഴത്തേക്കും നമുക്കത് കൂടുതലായിട്ടും ഇൻഷാ അല്ലാഹ് സെയിൽ ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അത് കുറച്ച് മെറ്റീരിയൽസ് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിനി സെയിൽ ചെയ്യണം. അതും ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ ഒരു 2026 പ്ലാനാണ്. ഇതൊക്കെ എപ്പോഴോ കട്ട് ചെയ്ത് മാറ്റി വെച്ചതിൻ്റെ പാർട്സ് പേപ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ അതും ജേർണലിങ് ചെയ്യാൻ യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ച് എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ആൾട്ടർനേഷനൊക്കെ കഴിഞ്ഞു. ഇനി റെഡിയായി മോളെ കാണാനായിട്ട് സ്കൂളിലേക്ക് പോകണം കേട്ടോ. വെമ്പായം ഓക്സ്ഫോർഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് എത്തി. അപ്പോൾ എക്സിബിഷൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിതിൽ കാണിക്കാം. ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ എൻ്റെ മോളുടെ ഇത് വന്നത്. ആദ്യം അവളെ കാണാൻ പോയപ്പോഴത്തേക്കും ക്ലാസ്സിൽ ജഡ്ജസ് ഉണ്ടായിരുന്നു. അപ്പോൾ കാണാൻ പറ്റില്ല. ഏറ്റവും ലാസ്റ്റാണ് കാണാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം.